സമയവും കാലവും ഒന്നും നോക്കാറില്ല. അവർക്ക് വരണമെന്ന് തോന്നുമ്പോൾ അവരിങ്ങ് വരികയാണ് ചെയ്യുന്നതല്ലേ. മഴയുടെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ സമയവും നോക്കത്തില്ല, കാലവും നോക്കത്തില്ല. ഇടിയും മഴയും കാറ്റും ഒക്കെയായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമല്ലേ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രേഷ്മയാണ് കേട്ടോ. വീണ്ടും ഞാൻ അടുക്കളയിലേക്ക് കയറിയിരിക്കുകയാണ്. അങ്ങനെയല്ല, ഞാൻ ആദ്യമായിട്ട് അടുക്കളയിൽ കയറുന്ന പോലെയല്ല. എൻ്റെ ഹെൽത്തൊക്കെ ഓക്കെ ആയതിന് ശേഷം ഞാൻ പടപടേന്ന് ജോലികളൊക്കെ പെട്ടെന്ന് തന്നെ തീർത്ത് ആ ഒരു എനർജിയിൽ ഇങ്ങനെ പോകുന്ന ആ ഒരു ലെവലിലേക്ക് ആയിട്ടുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ മെനു എന്ന് പറഞ്ഞാൽ പച്ചക്കറിയിൽ തന്നെയാണ് കേട്ടോ. എല്ലാം പച്ചക്കറിയിലാണ്. കുഴപ്പമില്ല, എല്ലാവരും പച്ചക്കറി അഡ്ജസ്റ്റ് ചെയ്തോളും. ഇന്ന് പച്ചക്കറി ആവാൻ കാരണം നമ്മളെ മീൻകാരൻ പറ്റിച്ചു. മീൻ നമുക്ക് കിട്ടിയില്ല. ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടിയൊക്കെ കഴിയുമ്പോഴത്തേക്കിനും വീണ്ടും മീനൊക്കെ നമുക്ക് കിട്ടുന്നതിൽ ക്ഷാമമാവാൻ തുടങ്ങത്തില്ലേ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രോളിംഗ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് മീനൊന്നും അധികം കിട്ടത്തില്ലല്ലോ. പിന്നെ കിട്ടുന്ന മീനുകളൊന്നും അത്ര നല്ലതും ആയിരിക്കത്തില്ല. ഈ പൊടികളൊക്കെ ഇട്ടിട്ടുള്ള മീനുകളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ ഇന്നത്തെ നമ്മുടെ മെനു എന്ന് പറഞ്ഞാൽ അവിയൽ, മെഴുക്ക് വരട്ടി, ഒരു പൈറ്റുംപുളിയാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് അവിയൽ വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്നെന്നല്ല, ഞാൻ എപ്പോൾ അവിയൽ വെച്ചാലും വെക്കുന്നത് കുക്കറിലാണ്. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം കാര്യങ്ങളൊക്കെ ടപ്പ എന്ന് നമുക്ക് തീർക്കാം. അപ്പം അങ്ങനെയാണ് ഞാൻ നമ്മുടെ പച്ചക്കറിയുടെ കഷ്ണങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അമ്മ അരിഞ്ഞ് തന്നെയാണ്. വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിക്കും അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കഷ്ണങ്ങളെല്ലാം കുക്കറിലേക്ക് തട്ടിയിട്ടു. എന്നിട്ട് വെള്ളമൊന്നും വെക്കുന്നില്ല കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ അത് വേവിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതിലേക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ അരപ്പാണ് ഈ തയ്യാറാക്കുന്നത്. അപ്പം അരപ്പിന് വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് നമ്മൾ സാധാ അവിയൽ വെക്കുന്നത് പോലെ തന്നെ നമ്മുടെ തേങ്ങ തിരുമിയതും പിന്നെ ജീരകം, വെളുത്തുള്ളി, കുഞ്ഞുള്ളി, കറിവേപ്പില, ഇത്രയും സംഭവങ്ങൾ. മഞ്ഞൾപ്പൊടി നമ്മൾ കഷ്ണത്തിലിട്ടിട്ടുണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി വേറെ ഇടുന്നില്ല. നമ്മുടെ കഷ്ണത്തിന് ഒരൊറ്റ വിസിൽ മാത്രം വന്നാൽ മതി. ആ ഒരൊറ്റ വിസിൽ വരുമ്പോഴത്തേക്കിനും നമുക്ക് ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് അങ്ങനെ വെച്ചിട്ട് ആ ഒരു എയറിലിരുന്നാണ് നമ്മുടെ പച്ചക്കറി കഷ്ണങ്ങളൊക്കെ വെന്ത് വരുന്നത് കേട്ടോ. അങ്ങനെ വെന്തുടഞ്ഞു കുഴഞ്ഞു പോകത്തൊന്നുമില്ല. നല്ല സൂപ്പർ അവിയലായിട്ട് തന്നെ കിട്ടും. അങ്ങനെ പിന്നെ ഞാൻ ഈ ഡാൻസ് കളിച്ചതെന്ന് വെച്ചാൽ അവിയലിൻ്റെ കഷ്ണങ്ങൾ വെന്തതിൻ്റെ ആ ഒരു സന്തോഷത്തിലുള്ള ഒരു ഡാൻസ് കളിയാണ് കളിച്ചത് കേട്ടോ. അപ്പം നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങൾ അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരുന്ന് തണുക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് പൈറ്റുംപുളി വെക്കാം. പൈറ്റുംപുളി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇന്ന് രാവിലെ കഞ്ഞിയും പയറുമായിരുന്നു. അപ്പോൾ ആ പയർ വേവിച്ചതിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അതായത് വലിയ പയർ, ചുമന്ന പയർ, അത് വേവിച്ചതിൻ്റെ വെള്ളം നമ്മളിങ്ങനെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ ഇവിടെ കൊല്ലം ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കറി ഉണ്ടാക്കും. ആ കറിക്കാണ് നമ്മളിവിടെ പൈറ്റുംപുളി എന്ന് പറയുന്നത് കേട്ടോ. അപ്പം പൈറ്റുംപുളി എന്ന് പറഞ്ഞാൽ നമ്മൾ രസം വെക്കുന്നത് പോലെ തന്നെയാണ് വെക്കുന്നത്. അപ്പം അതിനായിട്ട് ചട്ടി വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക, ഉള്ളിയിട്ട് മൂപ്പിക്കുക, കടുകിട്ട് പൊട്ടിക്കുക, അതിലേക്ക് കായ ഇടുക, പിന്നെ വെളുത്തുള്ളി ചതച്ചത് ചേർക്കുക, ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുക, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്രയും സാധനങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് പുളി പിഴിഞ്ഞത്, നമ്മുടെ പിഴുപുളി ഉണ്ടല്ലോ, അത് വെള്ളത്തിലിട്ട് കുതിർത്തത്, അത് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പയറിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ വേവിച്ച് വെച്ച്, ആ വെള്ളവും കൂടെ ചേർത്താൽ നമ്മുടെ പൈറ്റുംപുളി റെഡിയാവും. പിന്നെ അത് അവിടെ നിന്ന് തിളയ്ക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി നമുക്ക് വെക്കാം. വെണ്ടയ്ക്കായും സവാളയും പച്ചമുളകും എല്ലാം കൂടി അരിഞ്ഞതാണ്. അത് നമുക്ക് തട്ടിയിട്ട് അടച്ച് ഉപ്പ് പിന്നിടാം. കാരണം വെണ്ടയ്ക്കയാണ്ട് കുഴകുഴാന്നായി പോവും. അതുകൊണ്ട് തന്നെ ശകലം പോലും വെള്ളം വെക്കുന്നില്ല കേട്ടോ. വെള്ളം ഒട്ടും വെക്കാതെ നമ്മുടെ ആവിയിലാണ് വെണ്ടയ്ക്ക വെന്ത് വരുന്നത്. അപ്പോൾ അത് അവിടെ നിന്ന് വേവട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ പൈറ്റുംപുളി തിളച്ചിട്ടുണ്ട്. തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഞാൻ ചേർക്കുന്നതാണ് കുരുമുളക് പൊടിയും പിന്നെ വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർക്കും. കുരുമുളക് പൊടി നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇത് എൻ്റെ ഒരു പൊടിക്കൈയാണ്. തിളച്ച് വരുമ്പോൾ ചേർക്കാമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക മണവും ഒരു നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അങ്ങനെ പിന്നെ നമ്മുടെ പൈറ്റുംപുളി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവിയൽ അപ്പോഴത്തേക്കിനും അവിടെ ഇരുന്ന് അതെല്ലാം എയറിനകത്ത് നിന്നെല്ലാം വെന്ത് അത് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരപ്പ് ചേർത്താൽ മതി കേട്ടോ. കണ്ടോ നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ അങ്ങനെ വെന്തുടഞ്ഞിട്ടൊന്നുമില്ല, നല്ല കഷ്ണങ്ങളായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിനകത്ത് അവിയൽ വേവിച്ചാൽ അങ്ങനെ ഉടഞ്ഞു പോകുമെന്ന് പേടിക്കേ വേണ്ട. ഉടച്ചുകറി പരുവത്തിനായി കിട്ടുമെന്നൊന്നും പേടിക്കേ വേണ്ട. ഒറ്റ വിസിൽ നിർത്തുന്നത് കൊണ്ട് തന്നെ നമുക്കതൊരു നല്ല കഷ്ണങ്ങളായിട്ട് തന്നെ കിട്ടും. പിന്നെ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പുണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. അരപ്പിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചല്ല നമ്മൾ അരയ്ക്കുന്നത്. നമ്മുടെ പച്ചക്കറി ആ കുക്കറിനകത്തിരുന്ന് വേവുന്ന വെള്ളം ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. അത് നന്നായിട്ട് ഇളക്കുക. നമ്മുടെ അരച്ച അരപ്പെല്ലാം അതിനകത്ത് നന്നായിട്ട് കഷ്ണത്തിലെല്ലാം പിടിക്കണം. മഞ്ഞൾപ്പൊടിയെല്ലാം നല്ലതുപോലെ പിടിക്കണം. അത്രയും നല്ലതുപോലെ തന്നെ ഇളക്കുക കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ രസം നമുക്കങ്ങോട്ട് പകർന്ന് മാറ്റി വെക്കാമെന്ന് കരുതി. രസമല്ലടാ നമ്മുടെ പൈറ്റുംപുളി.
നമുക്കങ്ങോട്ട് മാറ്റി വെക്കാമെന്ന് കരുതി. അത് ഇങ്ങനെ വേവുന്നത് അന്നേരം നമ്മൾ പകർന്ന് മാറ്റി വെക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ പാത്രങ്ങൾ നമുക്ക് കഴുകുകയും ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാനങ്ങനെ ഒഴിഞ്ഞ് മാറ്റി വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ അവിയൽ നമ്മൾ ഒന്നും കൂടി ഒന്ന് ചൂടാക്കണം. തിളയ്ക്കണ്ട. തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ വെളുത്തുള്ളിയുടെ ഒക്കെ മണം അങ്ങ് പറന്ന് പോവും. നമ്മളിപ്പോൾ കറിവേപ്പിലയൊക്കെ അരച്ച് ചേർത്തതിൻ്റെ ഒരു മണവേ കിട്ടത്തില്ല. അപ്പം നമുക്കിങ്ങനെ ചെറിയ ചൂടായി വരുമ്പോഴത്തേക്കിനും അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ സൂപ്പർ അവിയലായിരിക്കും കേട്ടോ. എന്തോരം മണമായിരിക്കും എന്നറിയാമോ. അതിൻ്റെ ടേസ്റ്റും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിനപ്പുറമാണ് അതിൻ്റെ ടേസ്റ്റും. നമുക്ക് എന്താ വയറ് നിറയുന്നത് അറിയത്തില്ല ഈ അവിയൽ കൂട്ടുമ്പോൾ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ അവിയൽ വെക്കുന്നത്. ഇത് നമ്മുടെ അടുക്കളയിലെ ഉപ്പ് തീർന്നായിരുന്നടാ. പണ്ടുള്ള ആൾക്കാർ പറയുന്നേക്കാം, അമ്മമാരൊക്കെ പറയുന്നേക്കാം, നമ്മുടെ അടുക്കളയിൽ ഒരിക്കലും പാത്രം ഒഴിഞ്ഞിരിക്കാതെ വെക്കേണ്ട ഒരു സാധനം മാത്രമേ ഉള്ളൂ, ഉപ്പ്. അതെപ്പോഴും നമ്മൾ തീരുന്നതിന് മുമ്പായിട്ട് തന്നെ നിറച്ച് വെക്കണമെന്നാണ് പറയുന്നത്. എന്തിനാണ് നമ്മൾ പഴയ ആൾക്കാർ പറയുന്നതൊക്കെ നിഷേധിക്കുന്നതല്ലേ. നമ്മളായിട്ട് ഇനി അതിൻ്റെ പേരിലൊരു പ്രശ്നം വന്നെന്ന് വേണ്ട. അപ്പോൾ അങ്ങനെ ഒരു പാക്കറ്റ് ഉപ്പ് തട്ടിയിട്ടതാടാ. ഉപ്പ് തീരാറായായിരുന്നു. അങ്ങനെ പിന്നെ ഉപ്പൊക്കെ തട്ടിയിട്ടതിന് ശേഷം നമ്മുടെ അവിയലും നമുക്ക് സെറ്റായിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് പകർന്നിട്ടുണ്ട്. ഇനി നമുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി മാത്രമേ ഉള്ളൂ സെറ്റാവാൻ. അതൊന്നും കൂടി ഒന്ന് ഇളക്കി ഒന്ന് വീണ്ടും ഒന്ന് വേവിക്കാനായിട്ട് വെച്ചു. അതിൻ്റെ വെള്ളമൊക്കെ ആവിയിൽ നിന്നുള്ള വെള്ളമെല്ലാം വറ്റി കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ട് ചിക്കി തോത്തിയെടുത്ത്, പിന്നെ ഇതിന് കുറച്ചൊരു അലങ്കാരത്തിന് വേണ്ടി ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്തു. ഞാൻ പൊതുവെ ഇങ്ങനെ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ലഞ്ചിൻ്റെ എല്ലാം നമുക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡൈനിങ് ടേബിളിൻ്റെ പുറമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. നമ്മൾ എപ്പോഴും ഇവൻ്റെ ആ ഒരു പുറത്ത് വെച്ചിട്ടല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കാറുള്ളത്. അപ്പോൾ അവനെ നമ്മൾ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ അവനൊരു സങ്കടം തോന്നത്തില്ലേ. അപ്പം അങ്ങനെയല്ല, മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, നമ്മളെപ്പോഴും വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം ഒക്കെ നല്ലതാണ്. ഈ പെട്ടെന്നല്ലേ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ അസുഖങ്ങളൊക്കെ പിടിപെടാനും പിന്നെ ഒരു പനി വന്നു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര പാടാണ് മാറാൻ. അപ്പോൾ എപ്പോഴും നമ്മൾ ഹൈജീനായിട്ടിരിക്കാമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും നമുക്ക് അസുഖങ്ങളൊന്നും പിടിപെടാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. പിന്നെ എല്ലാം പകർന്ന് ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ. ഇപ്പോഴും ദാ ഇവിടെ മഴ നന്നായിട്ട് തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണെടാ. എന്താണല്ലേ, എപ്പോഴും ഇങ്ങനെ മഴ പെയ്യുന്നു തോരുന്നു. ഇനി എപ്പോഴാണോ എന്തോ ഇതൊന്ന് മാറുന്നത്. അപ്പം നമ്മുടെ എല്ലാം പകർന്ന് നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ പാർത്തമ്മോന് ഉച്ചയ്ക്ക് കളിക്കാൻ പോയിട്ട് വന്നിട്ട് അവൻ ആഹാരം കഴിച്ചതാണ് കേട്ടോ. അവൻ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അവൻ വീണ്ടും കളിക്കാൻ പോവുകയാണെന്നോ എന്തോ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അതാണ് ഞാനാ കാണിച്ചത്, ഞങ്ങളാ പറഞ്ഞത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അത് കഴുകി വെക്കുന്നതിൻ്റെ ഒരു തിരക്കാണ്. പാർത്തമ്മോൻ കൊണ്ട് കാണിച്ചിട്ട് പോയെന്ന് പറഞ്ഞാൽ അവൻ കളിക്കാൻ പോയടുത്തുനിന്നൊരു മാങ്ങ കിട്ടി. അതാണ് അവൻ നിങ്ങളെ എടുത്ത് കാണിച്ചേക്കുന്നത് കേട്ടോ. ആളത് സ്വന്തമായിട്ട് കഴിക്കാനൊന്നും പോവൊന്നുമല്ല, എനിക്കായിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. കളിക്കാൻ പോയപ്പം അവിടെ വീണ്, അവർ കളിക്കുന്ന ആ വീടിൻ്റെ മുറ്റത്ത് മാങ്ങ വീണു. അപ്പം അതെടുത്തുകൊണ്ട് വന്നതാണ് എനിക്കായിട്ട്. പറഞ്ഞിരിക്കാതെ നമ്മുടെ രണ്ടാമത്തെ മഴയും പെയ്തു തോന്നും. അപ്പം മാങ്ങയുടെ കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ഒരു 11 വയസ്സുകാരൻ്റെ ഒരു കരുതലെന്നൊക്കെ തന്നെ പറയാം. അപ്പോൾ കളിച്ചുകൊണ്ട് നിൽക്കുന്ന കൂട്ടത്തിൽ ആ ഒരു മാങ്ങ വീണപ്പോൾ അത് എടുത്തുകൊണ്ട് അവിടെ നിന്ന് വേണമെങ്കിൽ അവനത് കഴുകിയിട്ട് കൂട്ടുകാരുടെ കൂട്ടത്തിൽ ചേർന്ന് കഴിക്കാം. പക്ഷേ അവിടെ നിന്ന് അവനെടുത്ത് എൻ്റെ കൈ കൊണ്ട് തന്നു. അമ്മയ്ക്കായിട്ട് കൊണ്ടുവന്നേ, അമ്മ കഴിച്ചു എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു അവൻ്റെ ഒരു സ്നേഹവും കരുതലും ഒക്കെയാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കേട്ടോ. പിന്നെ പെരയ്ക്കകമൊക്കെ നന്നായിട്ട് അടിച്ചു വരാനുണ്ടായിരുന്നു. അണ്ണൻ പതിവ് പോലെ തന്നെ മഴയായതുകൊണ്ട് എങ്ങോട്ടും പോയില്ല, വീട്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. പെരയ്ക്കകമൊക്കെ അടിച്ചു വാരുകയാണ്. പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് ഈ കോസ്റ്റ്യൂം ചേരുന്നുണ്ടോ? പാർത്തമോൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ വീണ്ടും ഈ ഒരു ഷർട്ടും പാൻറ്റും എടുത്തിടാൻ കാരണം. അവൻ എപ്പോഴും പറയും, അമ്മയ്ക്ക് അമ്മ നല്ല സെറ്റായിട്ടാണ് അമ്മ പാൻറ്റും ഷർട്ടും ഒക്കെ ഇടുമ്പോൾ നല്ല രസമുണ്ട് അമ്മയെ കാണാനെന്ന് അവനിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ കരുതി ശരി, എൻ്റെ മോൻ്റെ ഇഷ്ടപ്രകാരം വീണ്ടും ഞാൻ ഇടാം എന്ന് കരുതി എടുത്തിട്ടതാണ് കേട്ടോ. എങ്ങനെയുണ്ട്, കൊള്ളാമോ ഇല്ലയെന്നൊന്ന് പറയണേ. അപ്പം വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അവൻ ഭയങ്കര കെയറിങ്ങാണ് എൻ്റെ കാര്യത്തിൽ. എന്നോട് ഞാൻ ഏത് ഡ്രസ്സ് ഇടണം, ഞാൻ ഏത് ഡ്രസ്സ് ഇട്ടാൽ എനിക്ക് ചേരും എന്നെല്ലാം ഭയങ്കര കെയറിങ്ങാണ് കേട്ടോ. അപ്പോൾ ഒരുവിധം പിന്നെ നമ്മുടെ പെരയ്ക്കകമൊക്കെ അടിച്ചു വരും. മഴ ആയതുകൊണ്ട് പുറത്തോട്ടൊന്നും ഇറങ്ങാനൊന്നും പറ്റത്തൊന്നുമില്ല കേട്ടോ. പെരയ്ക്കകത്ത് തന്നെയാണ്, അകത്ത് തന്നെ നിന്ന് തൂത്തുവാരക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ കുറേ ഈ മഴ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര അടുക്കി പറക്കിയാലും വൃത്തിയാക്കിയാലും വൃത്തിയാവാത്ത പോലെയാണ് തോന്നുന്നത്. അങ്ങനെയാണ് എനിക്കൊരു തോന്നൽ. അങ്ങനെ പിന്നെ എന്തായാലും ഞാൻ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്.
ഇനി നമുക്കെന്ന് പറഞ്ഞാൽ എന്താ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങണം. കുറച്ച് ജോലികൾ പുറത്തുണ്ട്. അപ്പോഴത്തേക്കിനും കാണാൻ ഒരാൾ പറഞ്ഞു, കളിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കളിയൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ടായി വന്നപ്പോൾ പറഞ്ഞു, അമ്മ എനിക്ക് ഇച്ചിരി ഓട്സ് കാച്ചി തരുമോയെന്ന്. അപ്പം ഞാൻ കരുതി എന്നാൽ കഷ്ടമല്ലേ, നമ്മളല്ലാതെ വേറെ ആരാണ് അവരുടെ ഇഷ്ടത്തിനെല്ലാം ഓരോന്ന് ചെയ്തു കൊടുക്കുന്നത്. കാരണം ഇവൻ അധികം അങ്ങനെ ചോറ് കഴിക്കത്തില്ല. മീൻ വറുത്തതോ ചിക്കനോ ബീഫോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ വയറ് നിറച്ച് കഴിക്കത്തുള്ളൂ. പച്ചക്കറികളാണെന്നുണ്ടെങ്കിൽ അവൻ അധികം അങ്ങനെ കഴിക്കത്തില്ല. അപ്പം ഞാൻ കരുതി എന്നാൽ എന്തെങ്കിലും വയറൊന്ന് ഫില്ലായിരിക്കട്ടെ എന്ന് കരുതി ഞാനങ്ങനെ ഓട്സ് കാച്ചി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. ഞാൻ ഈ തുണി പറക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഇവിടെ ഭയങ്കര വെയിലായിരുന്നൊന്നും വിചാരിക്കേണ്ട. ഇത് തുണി ഉണങ്ങിയിട്ടൊന്നും ഞാൻ പറക്കുകയല്ല, രാവിലെ കഴുകിയിട്ട കൈലികളാണ്. കുറേ കൈലി ഉണ്ടായിരുന്നു കഴുകാൻ. ഞാൻ വയ്യാതൊക്കെ ആയതിന് ശേഷം അണ്ണനെ കഴുകുന്നുണ്ട്, എങ്കിലും അവർ നമ്മൾ കഴുകുന്ന പോലെ എപ്പോഴും കഴുകത്തില്ലല്ലോ. അപ്പോൾ തുണിയെല്ലാം കൂടെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ ആ കൊച്ചിൻ്റെ കൈലികൾ മാത്രം എടുത്ത് കഴുകിയുള്ളായിരുന്നു. അപ്പോൾ അത് രാവിലെ കഴുകിയിട്ട് കുറേ മഴ നനഞ്ഞതിന് ശേഷം വീണ്ടും ഒരു തോർച്ച കണ്ടപ്പം വെള്ളമെല്ലാം തോർന്ന് വാർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇനി പറക്കി മാറ്റിയതാണ്. പിന്നെ നാളെ രാവിലെ വെയിൽ വല്ലതും വരുവാണെങ്കിൽ എടുത്ത് ചൂട് കൊള്ളിക്കാമെന്നുള്ള രീതിയിൽ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ അന്നത്തെ ഉപ്പേരിയുടെ ആ ചീനി അത് തീർന്നിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ കരുതി അത് വറക്കാം, 3 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാമല്ലോ എന്ന്. അങ്ങനെ അത് വറക്കുകയാണ്. പിന്നെ അതിന് ശേഷം ഞാനിങ്ങനെ പുറത്തോട്ടിറങ്ങി. മഴയൊക്കെ ഇല്ലാത്ത ആ ഒരു സമയമായപ്പോൾ ഞാനിങ്ങനെ വെളിയിലിറങ്ങിയിരുന്നു. ഇച്ചിരി കട്ടനൊക്കെ കുടിച്ചൊന്ന് റിലാക്സ് ആവാമെന്നും പറഞ്ഞ് വെളിയിലിറങ്ങിയിരുന്നതാണ്. നമ്മുടെ സുന്ദരിമണി എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഞാനങ്ങനെ കട്ടൻ കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ കട്ടൻകുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ സന്ധ്യയായി. നമ്മുടെ വീട്ടിലിപ്പം നിലവിളക്ക് കുറച്ച് ദിവസം കൊണ്ട് കത്തിക്കുന്നില്ല. കാരണം നമ്മുടെ വീട്ടിൽ വീണ്ടും അടുത്ത മരണം വന്നു. ഇവിടുത്തെ അമ്മയുടെ കുഞ്ഞമ്മ മരിച്ചു. അപ്പോൾ ഇവിടെ എല്ലാവർക്കും പൊലയാണ്, അതുകൊണ്ട് വിളക്ക് വെക്കത്തില്ല. പിന്നെ അച്ഛൻ്റെ അസ്ഥിത്തറയിൽ തിരി മുടക്കത്തില്ല. അത് പിന്നെ നമുക്ക് അസ്ഥി കൊണ്ടുവന്ന് നിമജ്ജനം ചെയ്യുന്നവരെ നമുക്ക് അവിടെ വിളക്ക് കത്തിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് തിരി കുത്തുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് അടിക്കാൻ മറക്കുന്നു കേട്ടോ. എല്ലാവരും ഒരു ലൈക്ക് കൂടെ അടിച്ചേക്കണേ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും സ്നേഹപൂർവ്വം, രേഷ്മ.